പെർപെറ്റുവ കഥ. ആദ്യകാല ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് പെർപെറ്റുവ. മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വടക്കേ ആഫ്രിക്കയിലെ കാർത്തേജിൽ താമസിച്ചിരുന്ന ഒരു യുവ ക്രിസ്ത്യൻ കുലീനയായിരുന്നു പെർപെറ്റുവ. അവളുടെ കഥ ക്രിസ്ത്യൻ രക്തസാക്ഷിത്വത്തിന്റെ ആദ്യകാലവും വിശദവുമായ വിവരണങ്ങളിൽ ഒന്നാണ്. അവളുടെ കഥയുടെ ഒരു ഹ്രസ്വ അവലോകനം ഇതാ. മതപരിവർത്തനവും അറസ്റ്റും. റോമാസാമ്രാജ്യത്തിൽ നിയമവിരുദ്ധമായ ഒരു സമയത്ത് 22 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ പെർപെറ്റുവ ക്രിസ്തുമതം സ്വീകരിച്ചു. അവളുടെ അടിമയായ ഫെലിസിറ്റാസ് ഉൾപ്പെടെ നിരവധി പുതിയ മതപരിവർത്തനങ്ങൾക്കൊപ്പം അവളെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ കഴിയുമ്പോൾ പെർപെറ്റുവ ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു. ഇത് ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ ആദ്യകാല രചനകളിൽ ഒന്നാണ്. അവളുടെ അനുഭവങ്ങളും ദർശനങ്ങളും കുടുംബവുമായും സഹതടവുകാരുമായുള്ള സംഭാഷണങ്ങളും അവൾ വിവരിച്ചു. കുടുംബസമ്മർദ്ദം. ഒരു വിജാതീയനായ അവളുടെ പിതാവ് ജയിലിൽ അവളെ ആവർത്തിച്ച് സന്ദർശിച്ചു. അവളുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ അവളോട് അപേക്ഷിച്ചു. പെർപെറ്റുവ തന്റെ വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്നു. ദർശനങ്ങൾ. ജയിലിൽ കഴിയുമ്പോൾ പെർപെറ്റുവയ്ക്ക് നിരവധി ശക്തമായ ദർശനങ്ങളുണ്ടായിരുന്നു. അത് ആസന്നമായ രക്തസാക്ഷിത്വത്തിന്റെയും ക്രിസ്തുവിലുള്ള വിജയത്തിന്റെയും അടയാളങ്ങളായി അവൾ വ്യാഖ്യാനിച്ചു. വിചാരണവേളയിൽ പെർപെറ്റുവ റോമൻ ചക്രവർത്തിക്ക് ബലിദാനം ചെയ്യാൻ വിസമ്മതിച്ചു. അത് ഭരണകൂടത്തോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ ആവശ്യമായിരുന്നു. രക്തസാക്ഷി പെർപെറ്റുവ, ഫെലിസിറ്റാസ്, അവരുടെ സഹക്രിസ്ത്യാനികൾ എന്നിവർ അരങ്ങിൽ മരിക്കാൻ വിധിക്കപ്പെട്ടു. അവർ വന്യമൃഗങ്ങളെ അഭിമുഖീകരിച്ചു. ഒടുവിൽ 203 മാർച്ച് 7 വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പെർപെറ്റുവയുടെ കഥ പല കാരണങ്ങളാൽ പ്രാധാന്യമർഹിക്കുന്നു. ആദ്യകാല ക്രിസ്ത്യൻ പീഡനത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും നേരിട്ടുള്ള വിവരണം ഇത് നൽകുന്നു. ആദിമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ ശക്തിയും ബോധ്യവും അത് പ്രകടമാക്കുന്നു. ആദ്യകാല ക്രിസ്ത്യാനിറ്റിയിലെ സ്ത്രീകളുടെ പങ്ക് ഇത് കാണിക്കുന്നു. പെർപെറ്റുവയെ ഒരു നേതാവായി ചിത്രീകരിക്കുന്നു. പീഡനങ്ങൾക്കിടയിലും അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉദാഹരണമായി ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ ഈ വിവരണം വിലമതിക്കുന്നു.